ക്രിക്കറ്റ് എന്നാൽ ജെന്റിൽമാൻ ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ചില താരങ്ങൾ തമ്മിലടിച്ച് ഇതിൻ്റെ മാന്യത കളയാറുണ്ട്. ഇതേ സമയം തന്നെ ചില താരങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി ഇക്കാര്യങ്ങൾ എടുക്കാറുമുണ്ട്. ഇപ്പോഴിതാ ഇന്നത്തെ മത്സരത്തിൽ പാറ്റ് കമ്മിൻസ് വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ജഡേജ ഔട്ട് ആവുമായിരുന്നു, എന്നിട്ടും പാറ്റ് കമ്മിൻസ് ഔട്ട് വേണ്ടെന്ന് വെച്ചു. താരത്തിൻ്റെ നല്ല മനസ്സിന് കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് CSK മോശം കളിയാണ് കാഴ്ചവെച്ചത്. ആകെ കൂടി 165 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഹൈദരാബാദ് ഈസി ആയിട്ട് കളി ജയിച്ചു. ഇങ്ങനെ CSK നാണം കെടുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്ന് CSKയുടെ ബാറ്റിങ്ങിലെ 19ാമത്തെ ഓവറിലാണ് ആ സംഭവം നടന്നത്. ചെന്നൈക്ക് വേണ്ടി ബാറ്റിങ്ങിലുണ്ടായിരുന്നത് ജഡേജയായിരുന്നു. SRHന് വേണ്ടി ബൗൾ ചെയ്തത് ഭുവനേശ്വർ കുമാറും. ഭുവനേശ്വർ എറിഞ്ഞത് ഒരു യോർക്കറായിരുന്നു. ജഡേജ ബോളുമല്ലേ ഗ്രൗണ്ടിൽ തട്ടിയിട്ടു, എന്നിട്ട് ഓടാൻ ശ്രമിച്ചു. ഇതേ സമയം തന്നെ ഭുവനേശ്വർ കുമാർ വേഗത്തിൽ അത് സ്റ്റമ്പിലേക്ക് എറിഞ്ഞു. ഈ സമയം ജഡേജ ക്രീസിന് പുറത്തായിരുന്നു. ഭുവനേശ്വറിന്റെ ത്രോ സ്റ്റമ്പിൽ കൊണ്ടെങ്കിൽ ജഡേജ ഇപ്പോൾ ഔട്ടായിരുന്നു. എന്നാൽ ഭുവനേശ്വർ കുമാർ എറിയുന്നത് കണ്ട് ജഡേജ ബാഗ് തിരിഞ്ഞ് ബാഗ് മോടി. ഈ സമയം ജഡേജയുടെ പുറത്ത് പന്ത് തട്ടി. ഒരു ത്രോ എറിയുമ്പോൾ ജഡേജ ഇങ്ങനെ തടസ്സപ്പെടുന്ന രീതിയിൽ ഓടാൻ പാടില്ലായിരുന്നു. അത് ക്രിക്കറ്റിന്റെ നിയമത്തിന് എതിരാണ്. ഒരു ബാറ്റ്സ്മാൻ ത്രോ തടസ്സപ്പെടുത്തിയാൽ അത് മറ്റു ടീമുകൾക്ക് അപ്പീൽ ചെയ്യാം. അങ്ങനെ ചെയ്ത കേസുകളിൽ ഒരുപാട് ഔട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ജഡേജ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ക്ലാസൻ ഉടനെ തന്നെ അമ്പയറോട് പറഞ്ഞു. അമ്പയർ അത് തേർഡ് അമ്പയർക്ക് കൈമാറി. ഈ സമയം പാറ്റ് കമ്മിൻസ് ഓടി വന്ന് അപ്പീല് പിൻവലിച്ചു. ഞങ്ങൾക്ക് ആ ഒരു ഔട്ട് ആവശ്യമില്ല, ഔട്ടിനുള്ള അപ്പീൽ ഞങ്ങൾക്ക് വേണ്ടെന്ന് പാറ്റ് കമ്മിൻസ് വ്യക്തമാക്കി. ഇതോടുകൂടി സ്റ്റേഡിയം മുഴുവൻ പാറ്റ് കമ്മിൻസിന് കൈയടിച്ചു. താരത്തിൻ്റെ നല്ല മനസ്സാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അല്ലെങ്കിൽ ജഡേജ ഒരു പക്ഷേ ഔട്ടാവുമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.